നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിസിനിൽ വീണ്ടും ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്ന ആ വീഡിയോ നിങ്ങൾ കാണുന്നു. അത് നമ്മുടെ കൊല്ലം കോർപ്പറേഷൻ കാവനാട്ട് 4-ാം ഡിവിഷനിലെ കാവനാട്ട് മാർക്കറ്റ് ബിൽഡിംഗ് ഭാഗ്യലക്ഷ്മി ലക്കി സെൻറ്റർ നിൽക്കുന്ന ആ ഒരു ബിൽഡിങ്ങാണ്. ആ കെട്ടിട സമുച്ചയമാണ്, ആ ഒരു റൂമാണ്. അത് ഏതാണ്ട് കുറച്ച് നേരം കൊണ്ട് ഇങ്ങനെ പൊടിഞ്ഞ് വീണുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും അവിടെ 2-3 സഹോദരങ്ങൾ വന്ന് ഈ കസേരയിട്ടൊക്കെ ഇരിക്കുന്നേ. ഇന്ന് അവർ താമസിച്ചത് ഏതോ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ ഏതാണ്ട് അവരെയൊക്കെ തലയിലൊക്കെ തന്നെ ഈ പീസുകൾ വന്ന് വീഴും. ഇത് നിരന്തരം ഈ പീസുകൾ ഇങ്ങനെ വീഴുവാണ്. ബിൽഡിങ്ങിൻ്റെ ഓരോ പോർഷൻ വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം. ഒന്നെങ്കിൽ നിങ്ങൾ പുതിയൊരു ബിൽഡിങ് കെട്ടണം, അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ ഇടയ്ക്ക് വന്നിട്ട് നിങ്ങൾ കുറച്ച് ഉദ്യോഗസ്ഥർ വന്ന് അവിടെ വന്നിട്ട് സർവേ എടുക്കുക, ഇവിടെ വന്ന് സർവേ എടുക്കുക, അവിടെ എസ്റ്റിമേറ്റൊക്കെ ഇട്ടിട്ട് പോകുന്നതല്ലാതെ ഇതിന് യാതൊരുവിധ നടപടി ഉണ്ടാവുന്നില്ല. എന്നെ പോലെ സാധാരണക്കാർ മുമ്പ് ഇതുപോലെ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം പൊതുജന താല്പര്യാർത്ഥമാണ് ഈ വീഡിയോകളൊക്കെ ഇടുന്നത്. പൊതുജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇടുന്ന വീഡിയോകളാണ്. കാരണം ഗവൺമെൻറ് തലത്തിലേക്ക് ഇത് ഒരുപാട് പേപ്പറുകളൊക്കെ പോയിട്ടുമ്പോൾ ആൾക്കാർ ഒരുപാട് പരാതികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത് പൊതുജന താല്പര്യത്തിൽ സോഷ്യൽ മീഡിയ തന്നെ ഇടുന്നത്. നാളെ ഒരു അപകടം സംഭവിച്ചതിന് ശേഷം നമ്മൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ വന്ന് ദുഃഖാചരണമൊക്കെ നടത്തിക്കൊണ്ടൊന്നും കാര്യമില്ല. ഇതിന് കൃത്യമായൊരു തീർപ്പുണ്ടാക്കണം. ഏത് സമയവും അതിനകത്ത് ജോലി ചെയ്യുന്ന 10-40ഓളം തൊഴിലാളികൾ ഈ ഒരു ബിൽഡിംഗ് കെട്ടിടത്തിൻ്റെ മൊത്ത ഭാഗത്തായിട്ടുണ്ട്. അതിൽ കൂടുതലുണ്ടാകാം, ഞാനൊരു ഏകദേശം പറഞ്ഞതാണ്. അന്നേരം ഇവരുടെയൊക്കെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിലേക്കാണ് ഈ ബിൽഡിംഗ് ഇങ്ങനെ കീറാമുട്ടി പോലെ കിടക്കുന്നത്. ഗവൺമെൻറ് തലത്തിൽ ഇത് കൃത്യതയോടെ കാണണം. ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ, ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാണ്, കോർപ്പറേഷൻ്റെ ഉന്നതാധികാര സമിതി ഉദ്യോഗസ്ഥരും കോർപ്പറേഷൻ്റെ മേയർ, ഡെപ്യൂട്ടി മേയർ, ഇവിടെ ഇന്ന് ജയിച്ചു പോയ ഡിവിഷൻ കൗൺസിലർ കൂടിയായ ഡെപ്യൂട്ടി മേയർ അടിയന്തരമായിട്ട് ഈ മാർക്കറ്റ് ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കണം. എത്രയും പെട്ടെന്ന് ഈ ബിൽഡിങ്ങിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും ഈ പ്രദേശത്തൂടെ സഞ്ചരിക്കുന്ന, ഈ പ്രദേശത്ത് ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് അഭ്യർത്ഥിക്കുന്നു.